US പ്രഖ്യാപിച്ച പുതിയ സാമ്പത്തിക ഉപരോധ ഭീഷണിക്കിടെ അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇറാൻ. മാസങ്ങൾ നീണ്ട യുദ്ധത്തിൽ ഇറാന്റെ വിജയം ലോകം അംഗീകരിച്ചതായി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സാമ്പത്തിക ഉപരോധ ഭീഷണികൾക്കും ജുലാൻ കുന്നുകളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ നയത്തിന് വിരുദ്ധമായി തുർക്കിയിലെ US സ്ഥാനപതി നടത്തിയ പരാമർശങ്ങൾക്കുമിടയിലാണ് സംഘർഷത്തിന്റെ ഗതിമാറ്റുന്ന പ്രസ്താവനയുമായി ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വരുന്നത്. ഇറാന്റെ വിജയം ലോകം ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്കൂളുകളും ആശുപത്രികളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിച്ച അമേരിക്ക വെറുക്കപ്പെട്ടതായി മാറി. ശക്തിയും അഭിമാനവും നിലനിർത്തുന്ന ഈ സമയത്തു തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിനിടെയായിരുന്നു അമേരിക്കൻ നയങ്ങളെ വെട്ടിലാക്കുന്ന പ്രസ്താവനയുമായി തുർക്കിയിലെ US അംബാസഡർ ടോം ബരാക് രംഗത്ത് വന്നത്. ജുലാൻ കുന്നുകൾ ഐക്യരാഷ്ട്രസഭ പ്രമേയങ്ങൾക്ക് വിരുദ്ധമായി ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നായിരുന്നു ടോം ബരാക്കിന്റെ പരാമർശങ്ങൾ. അമേരിക്കയുടെ പ്രഖ്യാപിത വിദേശ നയത്തിന് വിരുദ്ധമാണ് ഈ നിലപാട്. 1967 യുദ്ധത്തോടെ ഇസ്രായേൽ കൈയടക്കിയ ജുലാൻ കുന്നുകളിൽ നിന്ന് സൈന്യം പിൻവാങ്ങണമെന്ന UN പ്രമേയം നിലനിൽക്കെ 2019 ഡൊണാൾഡ് ട്രംപ് ഭരണകൂടമാണ് ഇസ്രായേൽ പരമാധികാരത്തിന് ആദ്യമായി അംഗീകാരം നൽകിയത്. ഇതിന് വിരുദ്ധമായാണ് ടോം ബരാക്കിന്റെ പ്രസ്താവനയെ വ്യാഖ്യാനിക്കുന്നത്. അതേസമയം ബരാക്കിനെതിരെ ട്രംപ് അനുയായിയായ ലോറ ലൂമർ ഉൾപ്പെടെ രംഗത്തെത്തി. അമേരിക്കൻ വിദേശകാര്യ നയങ്ങളെക്കുറിച്ചും ധാരണയില്ലാത്തവർ സ്ഥാനം രാജിവെക്കണമെന്നും എക്സിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി മറികടക്കാൻ ഫ്രാൻസും സൗദിയും ഉൾപ്പെടെ രാജ്യങ്ങൾ സ്വന്തം പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതും US-നെ പ്രകോപിപ്പിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ സൈനിക വിജയമാണ് ഇത് സൂചന നൽകുന്നതെന്നും വിശദീകരിക്കുന്നു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നിശ്ചലമായതിന് പിന്നാലെയാണ് എക്കണോമിക് ഡേ എന്നു വിശേഷിപ്പിച്ച പുതിയ ഉപരോധവുമായി ട്രംപ് രംഗത്ത് വന്നത്. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് US-ന്റെ പുതിയ ഭൂപ്രദേശമെന്ന് അവകാശപ്പെട്ട് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. സ്വന്തം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഹോർമൂസിനെ അമേരിക്കയുടെ ഭാഗമായി ചിത്രീകരിക്കുന്ന മാപ്പും ട്രംപ് പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 18-നും ട്രംപ് സമാന മാപ്പ് പങ്കുവച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തന്നെ US പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നാണ് അവകാശവാദം. വൈകാതെ തന്നെ താൻ ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയുടെ അധീനതയിലുള്ള പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ വാദം ഇറാൻ തള്ളി. തങ്ങളുടെ നിബന്ധനകൾ US അംഗീകരിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. അമേരിക്കൻ നാവിക ഉപരോധം നീക്കുക, എണ്ണ വ്യാപാരത്തിന്മേലുള്ള ഉപരോധം പിൻവലിക്കുക, വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള അമേരിക്കയുടെ കഴിവില്ലായ്മയും അതിന്റെ ഉടമസ്ഥത അവകാശപ്പെടാനുള്ള ശ്രമവും തമ്മിലുള്ള അന്തരം വാഷിംഗ്ടണും കടലിടുക്കും തമ്മിലുള്ള 7000 മൈൽ ദൂരത്തേക്കാൾ വലുതാണെന്നാണ് ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മുഹ്സിൻ റസായി പരിഹസിച്ചത്. ഹോർമൂസ് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ഇറാനുമേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ട്രംപ് ഭരണകൂടം. അതേസമയം അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധ നീക്കങ്ങളുമായി സഹകരിക്കുന്ന അയൽ രാജ്യങ്ങളെ ശത്രുക്കളായി കാണുമെന്നും മേഖലയിലെ അവരുടെ താൽപര്യങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. US-ന്റെ സാമ്പത്തിക യുദ്ധത്തിൽ പങ്കുചേരരുതെന്ന് തങ്ങൾ എല്ലാ അയൽ രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം അവരെ തങ്ങൾ ശത്രുക്കളായി കാണുമെന്ന് മുഹ്സിൻ റസായി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.